നമസ്കാരം. മുഖ്യാതിഥിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മുഖ്യാതിഥി ഷൊർണൂർ നഗരസഭാ കൗൺസിലറും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീമതി സിനി മനോജാണ്. അവരെ മുഖ്യാതിഥിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. യാദൃശികമായാണ് സിനി മനോജ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു രാഷ്ട്രീയക്കാരിയാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിച്ചിരുന്ന വ്യക്തിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഈ യാദൃച്ഛികത? എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം? തീർച്ചയായും ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഞാൻ 2015 ദുബായിൽ നിന്ന് വന്ന സമയത്തായിരുന്നു ഈ ഒരു ഇലക്ഷൻ്റെ ഒരു നോമിനേഷൻ കൊടുക്കേണ്ട ഒരു സമയം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദുബായിലോട്ടൊക്കെ പോകുന്നതിൻ്റെ മുൻപ് നാട്ടിൽ കുടുംബശ്രീയൊക്കെ ആയിട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കണയത്തുള്ള പരമേശ്വരൻ മാഷൊക്കെ അറിയാം. അപ്പോൾ മാഷ് വന്നിട്ട് വളരെ യാദൃശികമായിരുന്നു. എന്നെ വന്ന് കണ്ട് താല്പര്യമുണ്ടോ നിൽക്കാൻ എന്നൊക്കെ ചോദിച്ച് അപ്പോഴും ഞാൻ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുട്ടികൾ ചെറുതായിരുന്നു. മൂത്ത മോൻ 10ാം ക്ലാസ്സിലായിരുന്നു, രണ്ടാമത്തെ മോൻ 5ാം ക്ലാസ്സിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫ് ഇതൊക്കെ എന്താവും എന്നുള്ളൊരു ചിന്ത, അത് നമുക്കത് സമ്മതിക്കാനൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, നിനക്കിത് പറ്റും, നീ ഇത് നോക്കിക്കോ, ജനസേവനത്തിനല്ലേ, ഒരു ജനപ്രതിനിധിയായിട്ടല്ലേ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്, അല്ലാതെ നീ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വരികയല്ലല്ലോ, ജനപ്രതിനിധിയായിട്ടല്ലേ വരുന്നത്, അതിലൂടെയല്ലേ നിൻ്റെ രാഷ്ട്രീയ പ്രവേശനം, അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോ എന്നുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പിന്തുണയും കൂടി കിട്ടിയപ്പോഴാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണിത് തീരുമാനിച്ചത്. അങ്ങനെയാണ് ദുബായ് ജീവിതത്തിൻ്റെ ഒരു വേറിട്ട ഘട്ടത്തിൽ നിന്നാണ് ഒരു ഗ്രാമീണ മേഖലയിലെ രാഷ്ട്രീയത്തിൻ്റെ ഉഷ്ണമുള്ള അന്തരീക്ഷത്തിലേക്ക് സിനി മനോജ് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അനുഭവം എന്നുള്ളത് ഒരു വളരെ ക്ലേശകരമായ കുറേ ഓർമ്മകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. എന്താണ് ആ ഒരു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അനുഭവം എന്ന് പങ്കുവയ്ക്കാം? തീർച്ചയായിട്ടും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എതിർ പക്ഷക്കാർ അവർ പ്രചരിപ്പിച്ച ഒരു ന്യായം, എന്നെ ഒരിക്കലും നാട്ടിൽ കിട്ടില്ല, ജയിച്ചു കഴിഞ്ഞാലും സിനിയുടെ കാര്യം നോക്കി ദുബായിക്ക് പോകും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കൗൺസിലറെ കിട്ടില്ല എന്നായിരുന്നു ഞാൻ ആദ്യം നേരിട്ടിരുന്ന ഒരു പ്രശ്നം. പിന്നെ എൻ്റെ വീട്ടിൽ വലിയ നായയുണ്ട്, അതിനെ വിട്ടുവയ്ക്കും, ആർക്കും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, പിന്നെ സുഖസൗകര്യങ്ങളിൽ മാത്രം ജീവിച്ചിട്ടുള്ള കുട്ടിയാണ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയില്ല. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളാണ് അന്ന് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളെ നേരിടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിരുന്ന ചോദ്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാനതിന് വളരെ തന്മയത്വത്തോടു കൂടി അത് എനിക്ക് സാധിക്കും, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേലാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. കൂടാതെ നമ്മുടെ BJP പ്രവർത്തകരുടെ ശക്തമായ പിന്തുണയും എനിക്കുണ്ടായിരുന്നു. കാരണം ഞാനിത് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ് അവരെന്നെ തിരഞ്ഞെടുത്തത്, മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പിന്തുണയും വളരെയധികം ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തിലാണ് മത്സരിച്ചത്. അങ്ങനെയാണ് അവിടെ ജയിച്ചത്. ആദ്യത്തെ തവണ മത്സരിക്കുമ്പോൾ അതൊരു വനിതാ വാർഡായിരുന്നു. പിന്നീട് ഒരു ജനറൽ വാർഡിലാണ് സിനി മനോജ് അംഗത്തിനിറങ്ങുന്നത്. ഈ ഒരു പാർട്ടിക്ക് ഇത്രമാത്രം ആത്മവിശ്വാസം പകരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം ചാരിതാർത്ഥ്യം തോന്നുന്നു ഒരു ജനറൽ വാർഡിൽ സ്ഥാനാർത്ഥിയായി സിനിയെ നിശ്ചയിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്കത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം വനിതാ വാർഡിൽ മത്സരിച്ച് ജയിച്ച് നമുക്കത് അത്ര ഒരു പ്രയാസമുള്ള ഒരു കാര്യം ആയിരുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ സമയം ഈ ജനറൽ വാർഡിൽ മത്സരിക്കാൻ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടപ്പോഴാണ്. കാരണം നിരവധി വെല്ലുവിളികളാണ് നമ്മളപ്പോൾ നേരിടുന്നത്. കാരണം നമ്മുടെ ആദ്യത്തെ 5 വർഷത്തെ നമ്മുടെ പ്രവർത്തനം വിലയിരുത്തേണ്ട ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായും ആ 5 വർഷം ജനങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഓരോരുത്തരെയും പോലെ എൻ്റെ വാർഡത്തെ എല്ലാ ജനങ്ങളെയും എൻ്റെ വീട്ടിലെ അംഗങ്ങളായി കണ്ട് അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട് പരിഹരിച്ച്, കൂടാതെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം ഇഷ്ടം പോലെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കീമുകളെല്ലാം ഓരോ വീട്ടിലും ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ എനിക്ക് 5 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചു. നഗരസഭ എന്നുള്ള പദ്ധതികളായാലും എല്ലാം നമുക്ക് കൊടുക്കാൻ ഒരു ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത പദ്ധതികൾ
ഉണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന പദ്ധതികൾ അവർക്ക് കൊടുക്കും. SC-കാർക്ക് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ അവർക്ക് കൊടുക്കും. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത്യന്തം ശ്രദ്ധയോടുകൂടെ തിരഞ്ഞെടുത്തും അതിൻ്റെ എല്ലാം ഫലമായിട്ടാവാൻ ജനങ്ങൾ എനിക്ക് രണ്ടാമതൊരവസരം കൂടി തന്നത്. തീർച്ചയായും കഴിഞ്ഞ ഈ ഒരു 6-7 വർഷക്കാലത്തെ വാർഡിലെ ഇടപെടലുകൾ, ഇപ്പോൾ ഈ കണയം മേഖലയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതത്തിൻ്റെ പരിമിതികൾ, റോഡിൻ്റെ പരിമിതികൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. സിനി ഒരു കൗൺസിലർ സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, കാരണം കണയം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് പണ്ടേ ദുഷ്കരമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത്. ഈ മേഖലയിൽ ഈ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ കണയത്തിനെ ഷൊർണൂരിൻ്റെ പ്രധാന നാഡികളുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം ഫലപ്രദമായി ഇടപെടാൻ സിനി മനോജിന് കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായും നമ്മുടെ നഗരസഭയെ മറ്റൊരു പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് കണയം. ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വെല്ലപ്പുഴ പഞ്ചായത്ത്, ചളവറ പഞ്ചായത്ത്, ഇത്തരത്തിൽ 2 പഞ്ചായത്തുകളായിട്ടുള്ള ഒരു കണക്ഷൻ റോഡാണ്. മാത്രമല്ല നമുക്ക് കൊപ്പത്തേക്കും പെരിന്തൽമണ്ണയ്ക്കും ഒക്കെ പോകുന്ന ആളുകൾ എളുപ്പ വഴിയിലെത്താൻ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം കൂടിയാണ് കൊളപ്പുള്ളിയിൽ നിന്ന് ആ കല്ലുരുട്ടി വഴി വെല്ലപ്പുഴ വഴിയുള്ള റോഡ്. അപ്പോൾ അതിൻ്റെ സ്ഥിതി ഇപ്പോഴും മനപ്രയാസമുണ്ട് പറയുമ്പോൾ ദയനീയമാണ്. കാരണം നിരന്തരമായ ഇടപെടലുകൾ നഗരസഭയായിട്ട് ഞാനത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് ഈ കഴിഞ്ഞ പ്ലാൻ ഫണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ 2ാം വാർഡത്തെയും 3ാം വാർഡത്തെയും കൗൺസിലർമാർ അവരുടെ ഫണ്ട് ആ റോഡ് നമുക്ക് വാർഡിനകത്ത് ചെയ്യാൻ തന്നിട്ടുള്ള 5.5 ലക്ഷം രൂപയായിരുന്നു. ഒരു വാർഡിലേക്ക് 5.5 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ വാർഡിനകത്ത് ഉപയോഗിക്കാമായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ റോഡുകൾ ധാരാളം ചെയ്യാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടിയിട്ട് ഒരു ജനറൽ റോഡ്, വളരെയധികം പ്രാധാന്യമുള്ളൊരു ജനറൽ റോഡ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഫണ്ടുകൾ ഞങ്ങൾ ഈ ഒരു റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് കരുതി സ്വമേധയാ അത് ചെയർമാന് അനുവാദം കൊടുക്കുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതും ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഏറെ ഖേദകരമായ ഒരു വാസ്തവം. അതിലൊരു പ്രയാസമുണ്ട്. പക്ഷെ അത് ജനറൽ റോഡായി നിലനിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വാർഡിലേക്ക് ലഭിക്കുന്ന ഫണ്ടെല്ലാം ഉപയോഗിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. അത് ജനറൽ റോഡായതുകൊണ്ട് തന്നെ നഗരസഭ ഒരു പൊതു പദ്ധതിയായി കണ്ട് ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റാൻഡ് നഗരസഭ എടുക്കാത്ത കാരണം കൊണ്ടാണ് ആ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കൂടി ജനങ്ങളത് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രധാനമന്ത്രിയുടെയൊക്കെ ഫണ്ടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഗ്രാമീണ മേഖലയിലേക്കുള്ള ഉൾനാടൻ ഗതാഗത വികസനത്തിന് നേരത്തെയെല്ലാം വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കിയിരുന്നു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഈ മേഖലയുടെയൊക്കെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താൻ സിനി മനോജ് എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് ഗ്രാമീൺ സഡക് യോജനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. അത് നമ്മൾ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് അതിനുള്ളൊരു സാധ്യതയുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് അതിനുള്ള വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇന്ന രീതിയിൽ അപേക്ഷിച്ച് അതുപോലെ കിട്ടുന്നുള്ളത്. പിന്നെ നമുക്ക് MP സഹായമായിട്ടുള്ള സുരേഷ് ഗോപി MPയുടെ ഫണ്ട്, ഈ ഒരു ഫണ്ട് നമുക്ക് നമ്മുടെ വാർഡിൽ ഇപ്പോൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ ഫണ്ടുകൾ അതുപയോഗിച്ച് നമുക്ക് വാർഡിൽ റോഡുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി നമുക്ക് നഗരസഭയിൽ നിന്ന് പരിമിതി ഉണ്ടെങ്കിൽ കൂടി മറ്റുള്ള ഫണ്ടുകൾ കണ്ടെത്തി വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാറുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കാര്യം. കണയം പ്രദേശത്ത് ദുർബല ജനവിഭാഗങ്ങളുടെ ആധിക്യം ഏറെയുള്ള ഒരു മേഖലയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ജാഗ്രത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തുന്നുണ്ട്? അതിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി രാജ്യം മുഴുവനും ഏറ്റവും അടിത്തട്ടിൽ വേണ്ടിയുള്ളവർക്കാണ് പ്രവർത്തിക്കുന്നത്. അന്ത്യയോജന പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ സൗജന്യ റേഷൻ എന്നുള്ള ഒരു ആരും
ഭക്ഷണത്തിന് ബുദ്ധിമുട്ടരുത്, ആരും ദാരിദ്ര്യം അനുഭവിക്കരുത് എന്നുള്ളൊരു ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ നമ്മുടെ വാർഡിൽ പരമാവധി ഉൾപ്പെടുത്താൻ സാധിക്കുന്നവരെ എല്ലാവരെയും പ്രധാനമന്ത്രിയുടെ സ്കീമിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രയത്നമുണ്ടായിട്ടുണ്ട്. അന്ത്യയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റേഷൻ കാർഡുകളെല്ലാം അവരുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാക്കാൻ സാധിക്കുന്നതെല്ലാം ദാരിദ്ര്യ അനുഭവിക്കുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ലിസ്റ്റ് വന്നപ്പോൾ അർഹരല്ലാത്തവർ അതിൽ കയറി പറ്റുകയും അനർഹരായവർ കയറി പറ്റുകയും അർഹതയുള്ളവരെല്ലാവരും അതിൽ നിന്ന് പിന്തള്ളപ്പെടുകയുമായുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടെത്തി അവരെല്ലാം ഈ ഒരു സ്കീമിലേക്ക് ഉൾപ്പെടുത്തി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള അന്ത്യയോജന സ്കീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ വാർഡിൽ നിന്ന് ഒരു വനിതയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വാർഡിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ വികസനവും തങ്ങളുടെ പുരോഗതിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കണം ഒരു പക്ഷേ ശ്രീ മനോജിനെ ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വനിതകളുടെയും ശിശുക്ഷേമവും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേഖലയിൽ അംഗൻവാടികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ എത്രമാത്രം ശക്തമായ പ്രാധാന്യം നൽകുന്നുണ്ട്? തീർച്ചയായും അംഗനവാടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാതൃവന്ദന യോജന സ്കീമായാലും പ്രധാനമന്ത്രിയുടെ, പിന്നെ കൗമാരക്കാർക്കുള്ള സ്കീമായാലും ഇതിനെല്ലാം തന്നെ അംഗനവാടിയോട് ചേർന്ന് നിന്ന് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. കൂടാതെ വനിതകൾക്ക് സ്വയം സഹായ സംരംഭങ്ങൾ തുടങ്ങാനാവശ്യമായ സഹായങ്ങൾ, സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കുക, നമ്മുടെ വാർഡിൽ മാത്രമല്ല നമുക്ക് കഴിയുന്നിടത്തെല്ലാം അത് നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എൻ്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ മുന്നോട്ട് എന്നെ നയിക്കുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നിരവധി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം ആണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തന്നതും അതുതന്നെയാണ്. നിരവധി വീട്ടമ്മമാർ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ആ ഒരു പദ്ധതി പ്രകാരം സ്ത്രീകളാണല്ലോ ഒരു വീട് എന്നുള്ളത് എപ്പോഴും ഒരാഗ്രഹിക്കുക. അപ്പോൾ അത്തരത്തിൽ നിരവധി പേരുണ്ടായിരുന്നു. ഇനിയൊരു വീട് കിട്ടാനുള്ള സാഹചര്യമില്ല എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 100ഓളം വീടുകൾ ഞാൻ എൻ്റെ വാർഡിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാമായിരിക്കും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇലക്ഷനെ നേരിടുമ്പോൾ സ്വാഭാവികമായും ഒരു ജനറൽ വാർഡ് എന്നുള്ള എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കൂടി എൻ്റെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഇലക്ഷൻ നേരിടുമ്പോൾ ഉണ്ടായിരുന്നു. അവരെന്നെ ചേർത്ത് നിർത്തി. അതിൻ്റെ ഒരു ഫലമാണ് ഈ രണ്ടാമത്തെ വിജയം. തീർച്ചയായും നമ്മുടെ പ്രവർത്തകരും അതോടൊപ്പം അവരിലുള്ള വിശ്വാസവും, എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ഏത് പൊതുകാര്യത്തിലും പാർട്ടിയുടെ ഒരു പിന്തുണയും നമുക്ക് വാർഡിൽ നിന്ന് ധാരാളം ലഭിക്കുന്നത് കൊണ്ട് നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രയാസം നേരിടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് രണ്ടാമതും വിജയിക്കാനുണ്ടായ കാരണമെന്ന് വിശ്വസിക്കുന്നു. വാർഡിലെ പാർപ്പിട പ്രതിസന്ധികളൊക്കെ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ ഇപ്പോഴും പാർപ്പിടത്തിനായിട്ടുള്ള അപേക്ഷകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്? അത് തീർച്ചയായിട്ടും വാർഡിൽ പറയുകയാണെങ്കിൽ വാർഡിൽ ഒരുവിധം എല്ലാം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 95% നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നിൽക്കുന്ന 5% എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഡിൽ നിന്ന് പുറത്തുള്ളവർ, അതായത് ഇപ്പോൾ വല്ലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരു വീട് മെമ്പറെ ഞങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ട് സാഹചര്യമാണ്, മെമ്പർ വീട് കൊടുക്കേണ്ടതെന്നറിയാം, ഒരു വീട് തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നിരവധി അനുഭവങ്ങൾ. അതൊക്കെ വളരെയധികം നമുക്ക് ചാരിതാർത്ഥ്യമാണ്. അതൊക്കെ അങ്ങനെ ഒരു വിളി വരുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഒരു വിശ്വാസമാണത്. നമുക്ക് അത് ഭയങ്കര ആത്മവിശ്വാസം തരും. അതൊരു വനിതാ സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു വാർഡിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല എന്നൊരു വസ്തുതയുമുണ്ട്. തീർച്ചയായും അതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വാർഡിൽ ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. നമുക്ക് ഉത്തരവാദിത്തങ്ങളേറെയാണ്, അതിൻ്റെ വർക്കുകൾ ധാരാളം ഉണ്ട്. ആ രീതിയിലും വിവിധ ജില്ലകളിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ ഒന്നാമത്തെ കൗൺസിലിൻ്റെ അവസാന ഘട്ടത്തിലും അതിനുശേഷം രണ്ടാം കൗൺസിലിൻ്റെ ആരംഭഘട്ടത്തിലും വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളെയാണ്
സിനി ഉൾപ്പെടെ ഓരോ ജനപ്രതിനിധികൾക്കും നേരിടേണ്ടി വന്നത് കൊറോണയുടെ വ്യാപനത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു അത്. ആകെ പരിഭ്രാന്തരായിട്ടുള്ള ഒരു ജനസമൂഹത്തിന് മുന്നിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എത്രമാത്രം ആത്മവിശ്വാസം പകരാൻ സിനി മനോജിന് കഴിഞ്ഞിട്ടുണ്ട്? കൊറോണയുടെ സമയത്ത് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ വാർഡിലൂടെ നമ്മുടെ ആശാ വർക്കർമാരുണ്ടായിരുന്നു. അവരും സഹായത്തിന് നമ്മുടെ വളണ്ടിയേഴ്സ്, RRT വളണ്ടിയേഴ്സ്, ഇവരെല്ലാവരും സഹായത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാലും അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. കാരണം അതെൻ്റെ ജനങ്ങളോട് ചോദിക്കേണ്ടതാണ്. ഞാനതിന് മറുപടി പറയാൻ സാധിക്കുമോയെന്നറിയില്ല. എന്നിരുന്നാലും ഒരു 80% വരെ എനിക്ക് അതൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം അവർക്ക് ഓരോ ഭാഗത്തും ഒരു പ്രതിസന്ധി വരുമ്പോൾ, രോഗം ബാധിച്ചു എന്നറിയുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ, ഇതെല്ലാം അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാ അവസരങ്ങളിലും സാധിച്ചിട്ടുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഓരോ അംഗത്തെ പോലെ ഫോൺ വിളിച്ച് അവരുടെ ഓരോ വീട്ടിലും കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ രോഗം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരോട് എന്നും കോണ്ടാക്ട് ചെയ്ത് അവർ നെഗറ്റീവ് ആവുന്നവരെ അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൊറോണ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട റേഷൻ സാധനങ്ങളടക്കം ഞാൻ അവരെ വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ ഇറക്കാതെ, ഒരാളും വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് കരുതി അവരുടെ റേഷൻ കാർഡുകൾ വാങ്ങി അവരുടെ വീടുകളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ ആ സമയത്ത് സാധിച്ചിട്ടുണ്ട്. ഒരു പ്രാദേശിക പാർലമെൻ്ററി പാതയിൽ സഞ്ചരിക്കുന്നതിനൊപ്പം തന്നെ സംഘടനാ യുടെ ചുമതലകൾ കൂടി ഏറ്റെടുക്കണം എന്നുള്ള ബോധം, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധം ഈ ജനപ്രതിനിധി എന്നുള്ള യാത്രയ്ക്കിടെ സ്വയം ആർജിച്ചതാണോ അതോ സഹപ്രവർത്തകരുടെ നിർബന്ധം മൂലമാണോ സജീവ രാഷ്ട്രീയത്തിലേക്ക് സിനി മനോജ് പ്രവേശിക്കുന്നത്? അതിപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ജനപ്രതിനിധി ആയിട്ടാണ്. അപ്പോൾ ജനപ്രതിനിധിയായിട്ടുള്ള എൻ്റെ ഒരു എങ്ങനെ ആയിരിക്കാം ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എൻ്റെ നേതൃത്വം അവർ വീക്ഷിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കതിന് കേപ്പബിൾ ആണ്, നമ്മളത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാവാം എനിക്ക് ആദ്യം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് അതൊരു സംഘടനയിലൊരു ചുമതല വന്നത്. പിന്നീട് മഹിളാ മോർച്ചയിലേക്ക് മാറുകയായിരുന്നു. അത്തരത്തിലാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്ക് ഈ ജനപ്രതിനിധിയിൽ നിന്ന് വിട്ട് ഞാൻ പാർട്ടിയുടെ ചുമതല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് രംഗപ്രവേശനം ചെയ്യുന്നത്, പാർട്ടിയുടെ ചുമതലയിലേക്ക്. കേരളത്തിൽ ഒട്ടേറെ സ്ത്രീ സംഘടനകളുണ്ട്. മഹിളാ അസോസിയേഷനുണ്ട്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, മഹിളാ സംഘമുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ വനിതാ സംഘടനകൾക്കിടയിൽ മഹിളാ മോർച്ചയ്ക്ക് എന്ത് വ്യത്യസ്തത അവകാശപ്പെടാൻ അതിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ സിനി മനോജിന് കഴിയും? മഹിളാ മോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണമാണ് മഹിളാ മോർച്ചയുടെ സുപ്രധാന ലക്ഷ്യം. സ്ത്രീ മാത്രമല്ല, ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ എന്നും സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്ന കാലമാണ്. മാത്രമല്ല അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം അരക്ഷിതാവസ്ഥയിലുള്ളൊരു കാലമാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, മഹിളാ മോർച്ചയ്ക്ക് ചെയ്യുവാൻ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് ഉണ്ട്. ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് മഹിളാ മോർച്ച മുന്നോട്ട് പോകുന്നതും. മാത്രമല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും മഹിളാ മോർച്ചയ്ക്ക് അതിൻ്റെ ചുമതല വളരെയേറെയാണ്. സമരമുഖത്തും സേവനമുഖത്തും മഹിളാ മോർച്ച എന്നും സജീവമാണ്. കൂടാതെ നമ്മുടെ സഹോദരിമാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി അവർക്ക് സംരംഭങ്ങൾ തുടങ്ങി കൊടുക്കുവാനും, കൂടാതെ ചെറിയ ചെറിയ യൂണിറ്റുകൾ ആരംഭിച്ച് സ്വയം സഹായ സംഘങ്ങളെല്ലാം രൂപീകരിക്കുവാനും അവരോടൊപ്പം നിന്ന് മഹിളാ മോർച്ച എന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യാതൊന്നും മഹിളാ മോർച്ച നോക്കാറില്ല. അത് ഏത് പാർട്ടിയുടെ ആളുകളായാലും, ഏത് മതത്തിൽപ്പെട്ടവരും, ഏത് ജാതിയിൽപ്പെട്ടവരായ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത് മഹിളാ മോർച്ചയ്ക്കുണ്ട്. ഇന്ന് മറ്റുള്ള മഹിളാ സംഘടനകൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. മറ്റുള്ള മഹിളാ സംഘടനകളെ അപേക്ഷിച്ചുള്ള മാറ്റമായി വിലയിരുത്തുന്നത് ആ ഒരു കരുത്താണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ മഹിളാ മോർച്ചയ്ക്ക് മഹിളകളുടെ സമരം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ബ്രിജേഷ്. അതിൽ ഒരുപാട് നമുക്ക് വനിതാ പ്രാതിനിധ്യം കൂടുതലാണ്. മഹിളാ മോർച്ച എന്ന് പറയുമ്പോൾ സമരങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ഒരുപാട് ശ്രദ്ധ ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമായി മഹിളാ മോർച്ചയ്ക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഒരു
സംഘടനയാണ് നമ്മുടെ ഭാരതീയ ജനതാ മഹിളാ മോർച്ച. വിവിധ മോർച്ചകൾ ഉണ്ടെങ്കിൽ കൂടി മഹിളാ മോർച്ചയാണ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ മോർച്ച എന്നുള്ളതിനുള്ള കാരണവും അതുതന്നെയാണ്. മഹിളകളെ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല. മഹിളകൾ മുന്നോട്ട് വരേണ്ടവരാണ്. മഹിളകളാണ് ഇനി വരുന്ന ഭാവിയിൽ മഹിളകൾ ഒപ്പം നിൽക്കേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവും നമ്മുടെ നേതൃത്വത്തിനുണ്ട്. അതിൻ്റെ ഫലമായി തന്നെയാണ് നിരവധി ചുമതലകളിലും മഹിളകളാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിവിധ മണ്ഡലം പ്രസിഡന്റുകളായി മഹിളകളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റായി മഹിളകളുണ്ട്. മഹിളകളുടെ നേതൃത്വം അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് BJP വിശ്വസിക്കുന്നത്. നമ്മളിങ്ങനെ മഹിളകളുടെ ഒരു നേതൃത്വത്തെക്കുറിച്ചിട്ട് വാചാലരാകുമ്പോൾ, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ ഒക്കെ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയമാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയമാണെങ്കിലും അത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ആർക്കും സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ സ്ത്രീ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. രാഷ്ട്രീയ വേദികളിൽ നിന്ന് തന്നെ പീഡനത്തിൻ്റെയൊക്കെ, സ്ത്രീ പീഡനത്തിൻ്റെയൊക്കെ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വരികയാണ്. അപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത നിർഭാഗ്യകരമായ ഒരു സാഹചര്യം പല രാഷ്ട്രീയ സംഘടനകളിലും നിലനിൽക്കുന്ന ഒരു ദുരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മഹിളാ മോർച്ചയ്ക്ക് ഇത്തരത്തിൽ സ്ത്രീകൾ പുരുഷനൊപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വിശാലമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ എത്രമാത്രം കഴിയുമെന്ന് സിനി മനോജ് വിശ്വസിക്കുന്നു? തീർച്ചയായും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുവല്ലോ കുറച്ചു മുമ്പ് തന്നെ. ഇപ്പോൾ ബാക്കി പ്രസ്ഥാനത്തിലത്തെ കാര്യം നമുക്കറിയാം, ഒരു സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാറില്ല. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി വനിതകളാണ് മണ്ഡലം പ്രസിഡന്റുമാരായും. ഇപ്പോൾ പാലക്കാട് തന്നെ മണ്ഡലമായിട്ട് നമുക്ക് ഒരു കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഒരു വനിതയാണ്. അതുപോലെ തന്നെ നിരവധി പഞ്ചായത്ത് പ്രസിഡന്റ് വനിതകളെ നിയമിച്ചിട്ടുണ്ട്. അത് വനിതകളുടെ ഒരു ശക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, വനിതകൾക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് മഹിളകളെ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതും. അപ്പം നമ്മുടെ പാർട്ടി ഒരിക്കലും മഹിളകളെ മുന്നോട്ട് കൊണ്ടുവരാത്ത ഒരു പ്രസ്ഥാനമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, ഏത് രീതിയിലുള്ള ഒരു പീഡനങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും പാർട്ടി ഒപ്പം നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. ഷൊർണൂർ നഗരസഭയുടെ ഭരണകാര്യങ്ങളിലേക്ക് വരുമ്പോൾ 2 ടേമായി ജനപ്രതിനിധിയായിരിക്കുന്ന സിനി മനോജ്, ഈ 2 ടേമിലും ഇടതുപക്ഷമാണ് ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത്. ഇവിടുത്തെ ഭരണത്തെ സിനി മനോജ് എങ്ങനെ വിലയിരുത്തുന്നു? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ 2 ടേമിൽ ഇപ്പോൾ 2ാമത്തെ ടേം ആയതുകൊണ്ട് തന്നെ എനിക്കത് ശരിക്കും പറയാൻ സാധിക്കും. കാരണം ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രതിപക്ഷത്തിൻ്റെ കണ്ണുകളോടുകൂടി മാത്രം മറ്റു പാർട്ടികളെ നോക്കിക്കണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ, സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ മാറ്റി നിർത്താതെ ഒരു അഭിപ്രായ രൂപീകരണത്തിലൂടെ, എല്ലാ പാർട്ടികളുടെയും അഭിപ്രായ രൂപീകരണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ ഷൊർണൂർ എന്നേ ഇതിനു മുൻപേ രക്ഷപ്പെട്ടേനെ എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. തീർച്ചയായും ഇത് നമ്മൾ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുമ്പോൾ അഭിപ്രായത്തിന് വളരെയധികം വിലയുണ്ട്. ജനാധിപത്യത്തിലെ ഏറ്റവും വിലയുള്ളത് അഭിപ്രായത്തിനാണ്. അഭിപ്രായത്തിന് നല്ല വിലയുണ്ട്. മറ്റുള്ള പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. കാരണം ഏറ്റവും അടിത്തട്ടിലുള്ളതാണ് ഈ തദ്ദേശ ഗവൺമെൻറ്. ഏറ്റവും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടേണ്ട പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പദ്ധതികൾ നമുക്കിവിടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു തനത് ഫണ്ട് പോലും നമുക്ക് ഇല്ലാത്തൊരു നഗരസഭയാണ് ഇത്. അപ്പോൾ അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെ മാറ്റി നിർത്തുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പദ്ധതി രൂപീകരിക്കുമ്പോൾ മറ്റു ആളുകളുമായി ആലോചിക്കാതെ സ്വന്തം ഒരു അഭിപ്രായത്തിൽ മാത്രം വില കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നിരവധി പദ്ധതികൾ ജനോപകാരപ്രദമല്ലാതെ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷൊർണൂരിൽ ഏകാധിപത്യ ഭരണമാണ് എന്നാണ് ഒറ്റ വാക്കിൽ സിനി മനോജ് പറയുന്നത്.
ഏകാധിപത്യ ഭരണം എങ്ങനെ പറയാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഏകാധിപത്യ ഭരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിക്കാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏകാധിപത്യ ഭരണം എന്നുള്ളത് അതുകൊണ്ട് അർത്ഥമാക്കുമെന്ന് അതെനിക്ക് പറയാൻ ഞാൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടില്ല. അതിപ്പോൾ ബ്രിജേഷ് പ്രയോഗിച്ചതാണ് ആ ഒരു വാക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി പല ഘട്ടങ്ങളിലും BJPയും മഹിളാ മോർച്ചയും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം. ഈ അഴിമതി സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എത്രമാത്രം വാസ്തവമുണ്ട്? അഴിമതി സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ നമുക്കറിയാം. ഒരു 10-15 ദിവസം മുൻപേ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു റോഡാണ് നമ്മുടെ മുന്നിൽ കൊളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെ നിൽക്കുന്നത്. അതിൽ എത്ര ഭാഗത്താണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം. അത് നമ്മൾ അഴിമതി എന്നല്ലാതെ അതിന് നമുക്ക് മറ്റെന്ത് പേരാണ് നമുക്ക് കൊടുക്കാനാവുക? മാത്രമല്ല, ഉൾവശത്തുള്ള റോഡുകൾ ചെയ്യുമ്പോഴും വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പ് ഇടുമ്പോഴും ഇതെല്ലാം വേണ്ട രീതിയിൽ ചെയ്യാതെ, അപ്പം നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാണിക്കുക, അതിൽ നടന്നിട്ടുള്ള അഴിമതിയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് തീർച്ചയായും BJPയും മഹിളാ മോർച്ചയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ, കൺമുന്നിൽ കാണുന്നത് എങ്ങനെ പറയാതിരിക്കും? പ്രതിപക്ഷത്ത് BJPക്കൊപ്പം കോൺഗ്രസ് എന്ന ഒരു ദേശീയ പാർട്ടിയുടെ പ്രാതിനിധ്യം കൂടിയുണ്ട് ഷൊർണൂർ നഗരസഭയിൽ. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ എത്രമാത്രം പ്രത്യാശ പകരുന്നതാണ്? കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അവരുടെ മുകളിൽ നിന്നുള്ള നിലപാടായിരിക്കും തീർച്ചയായും അവർ സ്വീകരിക്കുന്നുണ്ടാവുക. അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാരണം അവർ തമ്മിലുള്ള എന്താണ് അവരുടെ ഒരു നിലപാടെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ പൊതുവെ കൗൺസിലുകളിൽ തെറ്റായ വിഷയങ്ങൾക്ക് നേരെ ഇപ്പോൾ BJP ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ ഒപ്പം നിന്ന് സഹകരിക്കുന്ന പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് കഴിയാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സഹകരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. തീർച്ചയായും കോൺഗ്രസ് ആയാലും BJP ആയാലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സഹകരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല, നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. പൊതുവായ ജനകീയ പ്രശ്നങ്ങളിൽ ഈ ഒരു രാഷ്ട്രീയ മാറ്റം അത് മാറ്റിവെച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള പൊതുവായ തെറ്റായ നിലപാടുകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയേണ്ടതല്ലേ? അങ്ങനെ ഒരിക്കലും കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ ഒരിക്കലും കോൺഗ്രസ്സിന് ആവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം BJP എന്ന് പറയുന്നത് സാധാരണക്കാരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് അല്ലാതാവുന്നില്ല എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഒരിക്കലും അവർ നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവരത് ചെയ്യില്ല. നമ്മൾ എത്ര ജനോപകാരമായ പദ്ധതിക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാലും അവർ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭാവിയിലും അവർ വരുന്നുള്ള നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല, നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുമില്ല. ഷൊർണൂർ നഗരസഭയെ സംബന്ധിച്ച് നഗരഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതോ അത്രയോളം വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നേതാവാണോ സിനി മനോജ്? തീർച്ചയായിട്ടും. നമുക്ക് ഏറ്റവും ആദ്യം വന്നത് ഒരൊറ്റ കൗൺസിലറായിരുന്നു. പിന്നീട് നമുക്കത് 3 ആക്കാൻ സാധിച്ചു. പിന്നെ അതിനുശേഷം നമുക്ക് 7 കൗൺസിലർമാരാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ 9 പേരാണ്. അപ്പോൾ വളരെയധികം ഘട്ടമായിട്ടുള്ളൊരു വളർച്ചയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഷൊർണൂരിലെ ജനങ്ങളുടെ മനസ്സിൽ BJP ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ ഒരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു ഇലക്ഷനോട് കൂടി ഭാരതീയ ജനതാ പാർട്ടി ഷൊർണൂർ നഗരസഭ ഭരിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഏതാണ്ടൊക്കെ തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു നഗരസഭാ പ്രദേശമാണ്. BJPക്കെതിരെ പലപ്പോഴും പ്രതിപക്ഷം പ്രധാന ആയുധമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് ഹിന്ദു വർഗീയതയാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു? അതിനിപ്പോൾ ഉദാഹരണം എൻ്റെ വാർഡ് തന്നെയല്ലേ. അത് നിരവധി മുസ്ലിം വോട്ടർമാരുള്ള ഒരു വാർഡാണ് നമ്മുടെ വാർഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളാണ് എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം നിരവധി സ്കീമുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അതിലേതെങ്കിലും ഒരു പദ്ധതി, അതിൽ ജാതി മത രാഷ്ട്രീയം വേർതിരിവോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു അല്ല. ശരി, ബ്രിജേഷ് ഇപ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ബ്രിജേഷ്. അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ വാദം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഏതെങ്കിലും ഒരു പദ്ധതികളിൽ നിന്ന് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയുന്നുണ്ടല്ലോ, ഹിന്ദുക്കൾക്ക് മാത്രമായി ഒരു പദ്ധതി മോദിജി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഏറ്റവും താഴെത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വിജയം. മാത്രമല്ല UP-യിൽ നമ്മൾ ഇതേ ഒരു വാദം കണ്ടതാണ്. എല്ലാ ചാനലുകളിലും വർഗീയത നിറഞ്ഞു നിന്ന ഒരു കാലം. എന്നിട്ടും രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇല്ല. അത് വരുത്തുന്നത് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ഈ അധികാരമോഹികളും മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വാദങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. അത് ജനാധിപത്യ സംവിധാനം തന്നെയാണ് BJP എന്ന് സിനി മനോജ്. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് BJP-യുടെ ജനപ്രതിനിധിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചിന്തിക്കേണ്ടി വരുന്നില്ല. കാരണം എൻ്റെ നേതൃത്വം അത് ആവശ്യപ്പെടുന്നില്ല. ഇന്ന ആളെ തിരഞ്ഞെടുക്കണം, ഇന്ന ആളെ തിരഞ്ഞെടുക്കരുത് നിങ്ങൾ എന്നുള്ളത് എൻ്റെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. ഇതേപോലെ തന്നെയാണ് നമുക്ക് പ്രവർത്തന അനുഭവങ്ങളിലൂടെ അതിൻ്റെ മതേതരത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സമയപരിമിതി മൂലം ഒരു കർഷക കൂടിയാണ് സിനി മനോജ്. പൊതുവായ സാമൂഹ്യ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. മണലാരണ്യത്തിൽ നിന്ന് മടങ്ങി വന്ന് ഈ നാടിൻ്റെ പച്ചപ്പിനെ പ്രണയിക്കുകയും ആ പച്ചപ്പിലേക്ക് സ്വയം നടന്നിറങ്ങുകയും ചെയ്ത് ചേറിനോടൊക്കെ പൊരുതി നമ്മുടെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ഈ കണയം മേഖലയിലൊരു പുത്തൻ കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ ഒരു വനിത എന്നുള്ള നിലയിൽ വലിയ പ്രയത്നം നടത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ അനുഭവങ്ങൾ. കാർഷിക മേഖല അതെനിക്ക് എന്നും ഒരു ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. കാരണം നമ്മൾ ചെറുതാകുമ്പോൾ തൊട്ട് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ, ഗ്രാമത്തിൽ തന്നെയല്ലേ, ചെറുപ്പം മുതലേ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ ആ സമയം ഒരു കാലമെത്തിയപ്പോൾ നിന്നുപോയി. അപ്പോൾ പിന്നീട് വലുതായി നമുക്കത് കൊണ്ട് നടത്താൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യം വന്നു. അതായത് നമുക്ക് അറിയാം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും നിരവധി പദ്ധതികൾ കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ, വനിതകളെ ഇതിലേക്ക് ഇറക്കിക്കൂടാ? ഇത്തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് നമ്മൾ മറ്റൊരാളെ ഇതിലേക്ക് രംഗത്ത് ഇറക്കണമെങ്കിൽ നമ്മൾ മാറി നിന്നിട്ട് അവരോട് ഇറങ്ങാൻ പറയാൻ നമുക്ക് സാധിക്കില്ല. ആദ്യം നമ്മൾ ഇറങ്ങണം മുന്നിൽ. ചേറിലേക്ക് അവരോട് ഇറങ്ങാൻ പറയണമെങ്കിൽ ഞാൻ ഇറങ്ങണം, എന്നാലേ അവർ കൂടെ ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് ഈ കൃഷി ആരംഭിച്ചത്. ആദ്യം ഞങ്ങൾ ചെറിയ പച്ചക്കറി കൃഷി ഒരു 10 സെൻറ്റിൽ ആരംഭിച്ചു. അത് വിജയകരമായപ്പോൾ പിന്നെ ഞങ്ങളത് നീട്ടി, അത് കൂട്ടി. പിന്നെ ഞങ്ങൾ നെൽകൃഷിയിലേക്ക് ഇറങ്ങി. എൻ്റെ കൂടെ 2-3 സ്ത്രീകൾ സ്ഥിരമായിട്ട് 2-3 പേര് കൂടി, പെൺകുട്ടികൾ കൂടി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതൊരു വളരെ മനസ്സിൽ സംതൃപ്തിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പണിയായിട്ട് നമുക്ക് തോന്നാറില്ല. നമ്മുടെ വീട്ടിൽ വർക്കൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ്. മണ്ണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചെടികൾ ഓരോ ദിവസം വളരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നെല്ലായാലും അത് പാവി അത് പറിച്ചെടുക്കാറാകുമ്പോൾ, അത് ഞാറ് നടാറാകുമ്പോൾ ഇതിലൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. അത് അറിയന്നെ വേണം. അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരോട് നമ്മൾ പറയും ഇതിലേക്ക് വരും. അങ്ങനെ നിരവധി പേര് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കണയത്തിലെ കാർഷിക മേഖലയുടെ ബ്രാൻഡ് അംബാസഡർ കൂടി മാറാൻ സിനി മനോജ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾക്കൊരു 10 പേർക്ക് പ്രചോദനമാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം കാർഷിക മേഖല എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം കിട്ടേണ്ട ഒരു മേഖലയാണ്. അത് തകർന്നുകൊണ്ടിരിക്കുന്നിടത്ത് അതിനെ കൈപ്പിടിച്ച് ഉയർത്താൻ നമുക്ക് കുറച്ചെങ്കിലും പേരെ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷവും മനസ്സിന് സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ്. അതൊരു അനുഗ്രഹം കൂടിയാണ്. ഒരു വനിതാ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്തരമൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഷൊർണൂരിൻ്റെ കുടുംബശ്രീ സംവിധാനത്തെ ഒന്ന് സ്പർശിച്ചു പോകാതെ നിവൃത്തിയില്ല. രാഷ്ട്രീയമായ ചില അതിപ്രസരങ്ങൾ ഷൊർണൂർ നഗരപ്രദേശത്തെ കുടുംബശ്രീയെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു എന്നുള്ളൊരാരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നു കേൾക്കാറുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു സിനി മനോജ് ഇതിനെ? കുടുംബശ്രീ എന്ന് പറയുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുടുംബശ്രീ എന്നുള്ളൊരു പ്രസ്ഥാനം, വനിതാ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് ഒരു പഞ്ചവത്സര പദ്ധതി പ്രകാരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു പദ്ധതി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുക, ചെറിയ 10 പേര് മുതൽ 20 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അവർക്ക് സ്വയം സഹായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള
വേദി ഒരുക്കി കൊടുത്ത് ബാങ്കുകളിലൂടെ അവർക്ക് ലോണും ലഭ്യമാക്കി അതിലൂടെ അവർ ഘട്ടം ഘട്ടമായി വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ നമുക്ക് സർക്കാരിനുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമുക്കറിയാം CPM-ൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും കുടുംബശ്രീ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ കുടുംബശ്രീയിൽ നിന്നാണ് അവർ കൊണ്ടുവരിക. അപ്പോൾ കുടുംബശ്രീ എന്നുള്ളൊരു പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു തികച്ചും ഖേദകരമായ ഒരു പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കഴിയുന്നതും അതിനെതിരെ ബോധവൽക്കരണം നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുടുംബശ്രീ ആയിട്ട് രാഷ്ട്രീയ കൂട്ടിക്കലർത്താൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം വനിതകളാണ്, അവരെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കുകയല്ല, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറാറുള്ളതും. അതുതന്നെ ഈ സംസ്ഥാനത്തിലുടനീളം ഓരോരുത്തരും ആ രീതിയിൽ കുടുംബശ്രീ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു കുടുംബശ്രീ എന്നുള്ള പ്രസ്ഥാനം രൂപീകരിക്കാൻ എന്ത് സാഹചര്യത്തിലാണോ ഇത് രൂപീകരിച്ചത് ആ ഒരു സാഹചര്യം തന്നെ, അതായത് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണം. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആളെ കൂട്ടലല്ല, മറിച്ച് ലോണുകളിലൂടെ അവരെ കൂടുതൽ കടബാധ്യതയിലേക്ക് തള്ളിവിടുന്ന പ്രസ്ഥാനമായിട്ടല്ല, മറിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നിരവധി NULM പോലുള്ള നിരവധി പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിലൂടെ കുടുംബശ്രീ ആണ് അതിൻ്റെ നോഡൽ ഏജൻസി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിരവധി പദ്ധതികളുടെയും നോഡൽ ഏജൻസി എന്ന് പറയുന്നത് PMAY ഉൾപ്പെടെ എല്ലാം കുടുംബശ്രീയാണ്. NULM ഇതെല്ലാം കുടുംബശ്രീയാണ് അതിൻ്റെ നോഡൽ ഏജൻസി. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം തന്നെ നമുക്ക് അത് മനസ്സിലാവാം. കുടുംബശ്രീ അതിനെ നോഡൽ ഏജൻസി ആയി വെക്കുമ്പോൾ സ്ത്രീകൾ പ്രാപ്തരാണ് എന്നുള്ളൊരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ ജനക്ഷേമ പദ്ധതികളുടെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളുടെയും നോഡൽ ഏജൻസിയായി കുടുംബശ്രീയെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബശ്രീയെ ഉപയോഗിച്ച് തന്നെ ഇത് വേണ്ടവരിലേക്ക് എത്തിക്കാതെ വെറും രാഷ്ട്രീയക്കാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇത് മാറരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ വരും വരും ദിവസങ്ങളിൽ സ്ത്രീകളത് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ നിന്നുപരിയായി, അല്ലെങ്കിൽ വെറും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൂടെ അവരുടെ ഒത്താശയ്ക്കനുസരിച്ച് പോവുക എന്നുള്ളതിനുപരിയായി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങി കുടുംബത്തിനൊരു താങ്ങാവുക, അത്തരത്തിലുള്ള രീതിയിലൂടെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു സ്വപ്നം കൂടി എനിക്കുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ടി വന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്ന കുടുംബമാണ്. ഒരു കുടുംബിനി എന്നുള്ള നിലയിലുള്ള ചില വീട്ടുകാരോടൊപ്പമുള്ള ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് ത്യജിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരിക്കും. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്? തീർച്ചയായും അത് എനിക്ക് ഒരുപാട് പരമായിട്ടുള്ള നിരവധി ചടങ്ങുകളും നിരവധി എല്ലാവിധ കാര്യങ്ങളും, ഇപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴായാലും നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ, നമുക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും മുന്നിൽ കൊണ്ടു നടക്കുന്ന അവർ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്യജിക്കേണ്ടി വരാറുണ്ട്. നമുക്കൊരു 10 ദിവസം ഒന്നും മാറി നിൽക്കാനോ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ പരമാവധി നമുക്ക് കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും നമ്മളെല്ലാം ഒപ്പം നിന്ന് പോകണം എന്നുള്ള ആഗ്രഹക്കാരിയാണ് ഞാൻ. നമ്മൾ കുടുംബബന്ധം ഒരിക്കലും നമുക്ക് ത്യജിക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഒന്നിനു വേണ്ടിയും കുടുംബത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏത് പ്രവർത്തനത്തിൻ്റെ ഇടയിലായാലും കുടുംബത്തിനുള്ള സപ്പോർട്ട് വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വിവാഹിത എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ പിന്തുണ വളരെയധികം ആവശ്യമാണ്. അത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷം അവരുടെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ഈ ഒരു രംഗത്ത് ഇത്രയും കർമ്മനിരതയായിട്ട് നിൽക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ പലപ്പോഴും എപ്പോഴും പൊതുരംഗത്തുള്ള ഒരാളാണ്. വീട്ടിലേക്കുള്ള എൻ്റെ സമയം വളരെ കുറവാണ്. പിന്നെ എൻ്റെ അമ്മ എൻ്റെ മക്കളെ നോക്കുന്നത് മുഴുവൻ എൻ്റെ അമ്മയാണ്. കുറച്ച് വലിയ മക്കളാണെങ്കിൽ കൂടി അവർ സ്കൂൾ വിട്ട് വന്നാലൊക്കെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മയുടെ ഒരു പിന്തുണ, പിന്നെ ചേച്ചി, അനിയത്തി, ഇവരൊക്കെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കൊരു കുടുംബത്തിലുള്ളവരായാലും എല്ലാവരും വിളിച്ച് നമ്മൾ ഓരോന്നും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പിന്തുണച്ച്, ഇടയ്ക്ക് അവർ പരിഭവം പറയും എന്നെ കിട്ടാറില്ല ഒന്നിനെന്നുള്ളത്, പക്ഷേ എന്നാലും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാനിച്ചുകൊണ്ട് അവർ എന്നെ കൂടെ നിർത്താറുണ്ട്. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹവും. സമൂഹത്തിനായി മാറ്റിവെച്ച ആ അമ്മ മനസ്സ് അത് സമൂഹത്തെ തഴുകുന്ന ഒരു തെന്നലായി
ശക്തമായി മുന്നോട്ട് പോകാൻ സർവേശ്വരൻ എല്ലാവിധ കരുത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം.